പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 7ാം ക്ലാസ്, 10ാം ക്ലാസ് തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ള തസ്തികകളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ള തസ്തികകളുമുണ്ട്. അതുപോലെ തന്നെ 50 വയസ്സ് വരെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികയിലും വേക്കൻസികൾ വന്നിട്ടുണ്ട്. ക്ലർക്ക്, ഡ്രൈവർ ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ തസ്തികയെ കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഓരോ തസ്തികയെ കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം. ആദ്യത്തേത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒഴിവാണ്. ഇടുക്കി ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തൊടുപുഴ ITD പ്രൊജക്ട് ഓഫീസ്, കട്ടപ്പന, പൂമാല, പീരുമേട്, ഇടുക്കി എന്നീ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹായ കേന്ദ്രങ്ങളിലേക്കാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ളതും 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളതുമായ 20നും 35നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം ടൈപ്പിംഗ്, ഓൺലൈൻ അപേക്ഷകൾ തയ്യാറാക്കുന്നതിനുള്ള പരിജ്ഞാനം എന്നിവയാണ് യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത്. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കായുള്ള മാനേജ്മെന്റ് ട്രെയിനിങ് കഴിഞ്ഞവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രതിമാസ വേതനം 17,500 രൂപയാണ്. താല്പര്യമുള്ളവർ ബയോഡാറ്റ, ജാതി, വരുമാനം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി 2026 മെയ് 28 രാവിലെ 10 മണിക്ക് തൊടുപുഴ ജില്ലാ ITDP ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസികളാണ്. ആയുർവേദ ഫാർമസിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലാണ് വേക്കൻസികൾ ഉള്ളത്. ഇന്റർവ്യൂ നടക്കുന്നത് 2026 മെയ് 26 രാവിലെ 10 മണിക്ക് വെസ്റ്റ് ഹിൽ ബട്ട് റോഡ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ട് യൂണിറ്റിൽ വെച്ചാണ്. പ്രായപരിധി 2026 മെയ് 26 40 വയസ്സ് കവിയരുത്. നിശ്ചിത യോഗ്യതയുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. അടുത്തത് ക്ലർക്ക് തസ്തികയിലുള്ള വേക്കൻസിയാണ്. പാലക്കാട് ജില്ലയിലെ എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിൽ LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കാണ് ക്ലർക്ക് തസ്തികയിൽ നിയമനം നടത്തുന്നത്. 10ാം ക്ലാസ്സും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയാണ്. എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2026 മെയ് 30 വൈകിട്ട് 5 മണിക്ക് മുമ്പായി സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ നേരിട്ടോ രജിസ്ട്രേഡ് തപാൽ മുഖേനയോ ലഭ്യമാക്കേണ്ടതാണ്. അടുത്തത് ക്ലീനിംഗ് സ്റ്റാഫിന്റെ വേക്കൻസിയാണ്. ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലാണ് ക്ലീനിംഗ് സ്റ്റാഫിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നത്. ഇന്റർവ്യൂ നടക്കുന്നത് 2026 ജൂൺ 2 രാവിലെ 9:30 നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ സന്നദ്ധതയുള്ളവരുമായിരിക്കണം. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സ്ഥിരതാമസക്കാർക്കും ആശുപത്രികളിൽ ശുചീകരണ ജോലികൾ ചെയ്ത് പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും. ദിവസവേതനമായി 500 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർ യോഗ്യത, പ്രായം, സ്ഥിര മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. അടുത്തത് കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ള വേക്കൻസികളാണ്. കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് ഹോം മാനേജർ, സൈക്കോളജിസ്റ്റ് പാർട്ട് ടൈം എന്നീ തസ്തികകളിലേക്കാണ് ഇന്റർവ്യൂ വഴി താൽക്കാലിക നിയമനം നടത്തുന്നത്. MSW, MA സോഷ്യോളജി, MA സൈക്കോളജി, MSc സൈക്കോളജി എന്നിവയിൽ ഏതെങ്കിലും ഒരു യോഗ്യതയാണ് ഹോം മാനേജർ തസ്തികയ്ക്ക് വേണ്ടത്. MSc ഓർ MA സൈക്കോളജിയും 1 വർഷത്തെ എക്സ്പീരിയൻസുമാണ് സൈക്കോളജിസ്റ്റ് തസ്തികയ്ക്ക് വേണ്ട യോഗ്യത. പ്രായപരിധി 30 മുതൽ 40 വയസ്സാണ്. യോഗ്യരായ സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം 2026 മെയ് 30 രാവിലെ 11 മണിക്ക് കാസർഗോഡ് കളക്ടറേറ്റ് ജില്ലാ പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കേരള
കേരള മഹിളാ സമക്യ സൊസൈറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഡ്രൈവർ തസ്തികയിലെ വേക്കൻസിയാണ്. ഇടുക്കി ജില്ലയിലെ ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്കാണ് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. ഇന്റർവ്യൂ നടക്കുന്നത് 2026 മെയ് 29 രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ചാണ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് മാത്രമാണ്. അതുപോലെ തന്നെ ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസും 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.